കണ്ണൂർ കേന്ദ്രീകരിച്ച് ആരോഗ്യ മാഫിയ പ്രവർത്തിച്ചു വരികയാണെന്നും രോഗികളെ ചൂഷണം ചെയ്യുന്ന വൻകിട ആശുപത്രികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായക്കൽ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ആശുപത്രികളെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും രാഹുൽ ആരോപിച്ചു. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെയും ദുരവസ്ഥ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും വിദഗ്ധ ഡോക്ടർമാരില്ല. വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഉപയോഗമല്ലാതെ നശിക്കുകയാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 3 വൻകിട ആശുപത്രികളിൽ ബ്ലേഡ് കമ്പനികളെ പോലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാഹുൽ കായക്കൽ പറഞ്ഞു. ഇത്തരത്തിൽ അടിയന്തര സർജറികളടക്കം വേണ്ട രോഗികൾക്ക് സർജറികൾ മാറ്റി വെച്ച് ദിവസങ്ങൾ നീക്കിവെച്ച് രോഗികളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മറ്റ് വഴികളൊന്നുമില്ലാതെ സ്വകാര്യ ആശുപത്രികളുടെ സേവനം തേടേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, അതിന് സർക്കാരിൻ്റെ എല്ലാവിധ ഒത്താശയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര രോഗങ്ങൾക്ക് പോലും ഒരു ചെറിയ കുട്ടിക്ക് ഒരു പനി വന്നാൽ നമുക്ക് 25,000 രൂപ പോലും പിടിച്ചു വാങ്ങിയ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അപകടത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും. മാലിന്യ സംസ്കരണ സംവിധാനം പോലും ആശുപത്രികളിൽ ഇല്ല. ഇവിടെ എത്തുന്നവരെ രോഗികളാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരം പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായി 9746784671 എന്ന ഹെൽപ്പ് നമ്പർ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ പൊതുജനങ്ങൾക്ക് ഏത് സമയവും ബന്ധപ്പെടാമെന്ന് രാഹുൽ കായക്കൽ പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MP രാജേഷ്, ഷിബു ഫെർണാണ്ടസ്, ദീപക് കൃഷ്ണ, മുഹമ്മദ് ഷബിൽ എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.